Good morning, my dear children. How are you? Are you happy? Are you studying? Okay. Hope you all are happy and fine. Everybody study well and take care of your health. Okay. Today, let's come back to the topic. What is our topic? History lesson first. Rising changes through 1,000 years. In the last class, we were discussing the difference between first map and second map. Who made the first map? Al-Idrisi, an Arab geographer in 1154 CE. After 600 years, the second map was prepared by a French cartographer, which is most familiar today, the second map. Next, what are the technological changes exist in medieval period? Medieval period means that the period between ancient and modern period. Then next question is, what are the technological changes exist in this period, 7th century, from 7th century to 17th century? Persian wheel in irrigation, spinning wheel in weaving, and firearms in combat. Then, new foods and beverages arrived in the subcontinent: potatoes, corn, chilies, tea, and coffee. Different types of food came there. Invented the Persian wheel in irrigation, the spinning wheel in weaving, and firearms in combat. Firearms, what is firearms? Pistol, guns ഒക്കെ കണ്ടുപിടിച്ചു. നമ്മുടെ ഇറിഗേഷന് വേണ്ടി പേർഷ്യൻ വീൽ കണ്ടുപിടിച്ചു, വീവിങ്ങിന് വേണ്ടി സ്പിന്നിങ് വീൽ കണ്ടുപിടിച്ചു. പിന്നെ ഹൗ വാസ് ദിസ് പീരീഡ് ബിറ്റ്വീൻ 18th to 18th century? എ പീരീഡ് ഓഫ് ഗ്രേറ്റ് മൊബിലിറ്റി. ആൾക്കാർ യാത്ര ചെയ്യാൻ തുടങ്ങിയത് ഈ പീരീഡിലാണ്. ദിസ് വാസ് ഓൾസോ എ പീരീഡ് ഓഫ് ഗ്രേറ്റ് മൊബിലിറ്റി. മൂവ്മെന്റ്സിന്റെ ടൈം ആയിരുന്നു. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ട്രാവൽ ലോങ് ഡിസ്റ്റൻസസ് ഇൻ സെർച്ച് ഓഫ് ഓപ്പർച്യൂണിറ്റി. ദൂര സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തിരക്കിപ്പോയ സ്ഥലമാണ്. One group of people who became important in this period were the Rajputs. Rajputs എന്ന് പറയുന്ന, അതായത് രജപുത്ര എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് രജപുത്സ് എന്ന വേർഡ് വന്നത്. രജപുത്ര is the son of a ruler. Between the 8th and 14th centuries, the term was applied more generally to a group of warriors who claimed Kshatriya caste status. ക്ഷത്രിയ കാസ്റ്റുള്ള എല്ലാവരെയും നമ്മൾ എന്താണ് രജപുത്സ് എന്നാണ് പറയുന്നത്. Besides this Rajputs, other groups of people such as the Marathas, Sikhs, Jats, Ahoms and Kayasas also used the opportunities of the age to become politically important. Besides this Rajputs, these Marathas, Sikhs, Jats and Ahoms also important during that period. Then throughout this period there was a gradual clearing of forest and the extension of agriculture. ഫോറസ്റ്റ് ക്ലിയർ ചെയ്ത് അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്ത ഒരു പീരീഡ് കൂടെ ആയിരുന്നു ഈ 7th സെഞ്ചുറിക്കും 17th സെഞ്ചുറിക്കും ഇടയ്ക്കുള്ള ഈ മെഡീവൽ പീരീഡ്. എ ചേഞ്ച് ഫാസ്റ്റർ ആൻഡ് മോർ കംപ്ലീറ്റ് ഇൻ സം ഏരിയാസ് ദാൻ ഇൻ അതേഴ്സ്. ചേഞ്ചസ് മറ്റു പല സ്ഥലങ്ങളിലും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഫോറസ്റ്റ് ഏരിയയൊക്കെ ക്ലിയർ ചെയ്ത് അഗ്രികൾച്ചറൊക്കെ തുടങ്ങിയത്. ദെൻ ആ സൊസൈറ്റി became more differentiated. അതായത് സൊസൈറ്റി ഒക്കെ ഫോം ചെയ്തു, അതൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു. അപ്പോൾ എന്ത് ചെയ്തു? പീപ്പിൾ വെയർ ഗ്രൂപ്പ്ഡ് ഇൻ ജാതീസ് ഓർ സബ് കാസ്റ്റ് ആൻഡ് റാങ്ക്ഡ് ഓൺ ദ ബേസ് ഓഫ് ദെയർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദെയർ ഒക്യുപ്പേഷൻസ്. സൊസൈറ്റിയെ ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുകയും അവരുടെ ഒക്യുപ്പേഷൻ്റെ ബേസ്ഡ് ഓൺ ദെയർ ഒക്യുപ്പേഷൻ മീൻസ് അവരുടെ ജോലിയുടെ അടിസ്ഥാനത്തിൽ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയും ചെയ്തു. വൺ ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് വാസ് ജാതീസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. Then Jadis framed their own rules and regulations to manage the conduct of their members. ജാതി എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ള ആ മെമ്പേഴ്സിൻ്റെയൊക്കെ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും ഫോളോ ചെയ്യേണ്ട, അതിനകത്തുള്ള മെമ്പേഴ്സ് ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ദീസ് റെഗുലേഷൻസ് വെയർ എൻഫോഴ്സ്ഡ് ബൈ ആൻ അസംബ്ലി ഓഫ് എൽഡേഴ്സ്. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എൻഫോഴ്സ് ചെയ്ത് അത് നോക്കിയിരുന്നത് ആ ഗ്രൂപ്പിലുള്ള എൽഡേഴ്സ്, മുതിർന്ന ആൾക്കാരായിരുന്നു. ഡിസ്ക്രൈബ്ഡ് ഇൻ സം ഏരിയാസ് ആസ് ജാതി പഞ്ചായത്ത്. ജാതി പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു എൽഡേഴ്സിൻ്റെ ഗ്രൂപ്പ്. അവരായിരുന്നു ഓരോരുത്തർക്ക് പ്രത്യേക പോസ്റ്റൊക്കെ കൊടുത്ത്, പൊസിഷനൊക്കെ കൊടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ജോലികൾ കൊടുക്കുക, അവരുടെ നോക്കി നടത്തുന്നത്, അവരെ കെയർ ചെയ്യുന്നതൊക്കെ എൽഡേഴ്സ് ആയിരുന്നു. ബട്ട് ജാതീസ് വെയർ ഓൾസോ റിക്വയർഡ് ടു ഫോളോ ദ റൂൾസ് ഓഫ് ദെയർ വില്ലേജസ്. വില്ലേജിൻ്റെ റൂള് ഈ
ഗ്രൂപ്പ് ഓഫ് അസംബ്ലി, അതായത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇതുപോലുള്ള ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾ വില്ലേജിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബേ ചെയ്യണമായിരുന്നു. സെവറൽ വില്ലേജസ് വെർ ഗവേൺഡ് ബൈ എ ചീഫ്റ്റൻ. ചീഫ്റ്റൻ മീൻസ് ചീഫായിട്ടുള്ള ഒരു ഹെഡ് ഉണ്ടായിരുന്നു. ടുഗദർ ദേ വെർ ഓൺലി വൺ സ്മോൾ യൂണിറ്റ് ഓഫ് എ സ്റ്റേറ്റ്. ഇതെല്ലാം ആ സ്റ്റേറ്റിൻ്റെ സ്മോൾ യൂണിറ്റ് ഏരിയകളായിരുന്നു. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് there was considerable conflict between these states. Different dynasties തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഡിഫറെൻറ്റ് കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായി. ഒക്കേഷണലി ഡൈനാസ്റ്റീസ് ലൈക്ക് ദ ചോളാസ്, ഖൽജീസ്, തുഗ്ലക്സ് ആൻഡ് മുഗൾസ്. ചോള ഡൈനാസ്റ്റി, ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക്സ് ആൻഡ് മുഗൾ ഡൈനാസ്റ്റി ഇവർ പരസ്പരം അവരുടെ രാജ്യത്തിൻ്റെ ഏരിയ സ്പ്രെഡ് ചെയ്യിക്കാൻ വേണ്ടി, വലുതാക്കാൻ വേണ്ടി പരസ്പരം കലഹിച്ചിരുന്നു. എന്താണ്, they were able to build an empire that was pan-regional, spanning diverse regions. What is the meaning of pan-regional empire? Pan-regional empire. It means that the empire crossing its region and സ്പ്രെഡിങ് ഓവർ സെവറൽ അതർ റീജിയൻസ്. അവരുടെ എംപയർ മറ്റു രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കുക. ദാറ്റ് ഈസ് പാൻ റീജിയണൽ എംപയർ. ദ എംപയർ ക്രോസിംഗ് ഇറ്റ്സ് റീജിയൻ ആൻഡ് സ്പ്രെഡിങ് ഓവർ സെവറൽ അതർ റീജിയൻസ്. അപ്പോൾ ഈ ഡൈനാസ്റ്റീസ് ചോള, തുഗ്ലക്ക്, ഖൽജി, മുഗൾസ് ഇവരെല്ലാം പരസ്പരം അവരുടെ ഏരിയ വലുതാക്കാൻ വേണ്ടി വഴക്കടിച്ച് നടന്നു. എന്താണ്, നോട്ട് ഓൾ ദീസ് എംപയേഴ്സ് ആർ ഈക്വലി സ്റ്റേബിൾ ഓർ സക്സസ്ഫുൾ. എല്ലാ ഡൈനാസ്റ്റീസിനും അത് സക്സസ് ആകാൻ പറ്റിയില്ല. വെൻ ദ മുഗൾ എംപയർ ഡിക്ലൈൻ ഇൻ ദ 18th century, മുഗൾസ് 18th century തന്നെ അവർ ഡിക്ലൈൻ അധപ്പതിച്ചു പോയി. പിന്നെ ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓൾഡ് ആൻഡ് ന്യൂ റിലീജിയൻസ്. അതായത് the thousand years of history that we are exploring witnessed major developments of religious traditions. കൂടുതലും റിലീജിയൻസ് ഒക്കെ, ഹിന്ദു, മുസ്ലിം റിലീജിയൻസ് ഒക്കെ ഫോം ചെയ്ത് വന്നതും ഈ പീരീഡിൽ തന്നെയാണ്. One important, it was during the period that important changes occurred in what we call Hinduism today. നമ്മൾ ഇന്ന് പറഞ്ഞ ഹിന്ദുയിസം റിലീജിയൻ, ഹിന്ദു മുസ്ലിം റിലീജിയൻസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്നു, ഉയർത്തെഴുന്നേറ്റ് വരുന്നൊരു പീരീഡ് കൂടെ ആയിരുന്നു. ദീസ് ഇൻക്ലൂഡഡ് ദ വർഷിപ്പ് ഓഫ് ന്യൂ ഡൈറ്റീസ്. ഹിന്ദുയിസത്തിൽ എന്തായാലും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഐഡൽസിനെ വർഷിപ്പ് ചെയ്യാം. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഐഡൽസിനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് ബൈ റോയൽറ്റി ആൻഡ് ദ ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാഹ്മണാസ്, ദ പ്രീസ്റ്റ് ആൻഡ് ഡോമിനേറ്റിംഗ് ഗ്രൂപ്പ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിലെ ബ്രാഹ്മിൺസിനും പ്രീസ്റ്റിനും ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. അവർ ഹിന്ദു റിലീജിയനെ എൻകറേജ് ചെയ്യുകയും അവർ ഐഡൽ വർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. Their knowledge of Sanskrit, their knowledge means Brahmins knowledge of Sanskrit text and Brahmanas a lot of respect in society. Sanskrit അറിയാവുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ബ്രാഹ്മിൻസ്, അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ അവർക്ക് റെസ്പെക്റ്റ് കിട്ടിയിരുന്നു. Their dominant position was consolidated by the support of their patron. New rulers searched for prestige. അവരുടെ കൂടെയുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു സപ്പോർട്ടോടുകൂടി അവർ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ സൊസൈറ്റിയിൽ കഴിഞ്ഞു. വൺ ഓഫ് ദ മേജർ ഡെവലപ്മെന്റ്സ് ഓഫ് ദിസ് പീരീഡ് വാസ് ദ എമർജൻസ് ഓഫ് ദ ഐഡിയ ഓഫ് ഭക്തി. നമ്മളിപ്പോൾ പറയുന്നത് നമുക്ക് ഭക്തിയുണ്ട്. എന്താണ് ഭക്തി? നമ്മൾ ഒരു ഗോഡിനെ ഡിവോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഭക്തി വരുന്നത്, ഭക്തി എന്ന് പറയുന്ന ഐഡിയ വന്നതും ഈ ഒരു പീരീഡിലാണ്. Then this was also the period when the new religions appeared in the subcontinent. Religions ഒക്കെ നമ്മുടെ ഇവിടെ വന്നത്, ഹിന്ദു മുസ്ലിംസ് ഒക്കെ, നമ്മളിപ്പോൾ ഹിന്ദുസിൻ്റെ പറഞ്ഞ ബ്രാഹ്മിൻസ് ആയിരുന്നു ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് അതിനകത്തുണ്ടായിരുന്നത്, ബിക്കോസ് they know Sanskrit. Then merchants and migrants first brought the teachings of the Holy Quran to India in the 7th century. 7th centuryയിൽ ഹോളി ഖുറാനിലെ ടീച്ചിങ്സ് ഒക്കെ നമ്മുടെ മർച്ചൻസും മൈഗ്രൻസും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരും ഹോളി ഖുറാനിലെ ടീച്ചിങ്സ് എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കുകയും മുസ്ലിംസ് റിഗാർഡ് ദ ഖുറാൻ ആസ് ദെയർ ഹോളി ബുക്ക് ആൻഡ് അക്സെപ്റ്റ് ദ സോവർണിറ്റി ഓഫ് വൺ ഗോഡ്. മുസ്ലിംസ് ഖുറാൻ അവരുടെ ഹോളി ബുക്കായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും അവർക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് മുഹമ്മദ് നബി, അള്ളാഹ്. അത് അവരുടെ ഒരു വൺ ഗോഡ് എന്ന് പറയുന്ന, ഒരു വിശ്വസിക്കുന്ന വൺ ഗോഡ് അള്ളാഹ് എന്ന് പറയുന്ന ആ ഗോഡും അദ്ദേഹം whose love, mercy and bounty embrace all those who believe in him without regard to social background. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൺസിഡർ ചെയ്യാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന, അനുഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അള്ളാഹ് എന്ന് പറയുന്ന ഗോഡ് ഓഫ് മുസ്ലിംസ്. അവർക്ക് വിശ്വാസം വന്നത് ഈ പീരീഡിലാണ്. മെനി റൂളേഴ്സ് വെയർ പേട്രൻസ് ഓഫ് ഇസ്ലാം ആൻഡ് ഉലമ ലേൺ തിയോളജൻസ് ആൻഡ്
തിയോളജിയൻസ് ആൻഡ് ജൂറിസ്റ്റ്. മിക്കവാറും റൂളേഴ്സ് എന്തായിരുന്നു? പേരൻസ്, ഇവരുടെ പിൻഗാമികളായിരുന്നു. അതായത് ഉലമ, അതായത് സ്കോളേഴ്സ്, മുസ്ലിം സ്കോളേഴ്സ്. തിയോളജിയൻസ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഗോഡ് ആൻഡ് റിലീജിയൻസ്, ഗോഡിനെയും റിലീജിയൻസിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് തിയോളജിയൻസ്. ആൻഡ് ജൂറിസ്റ്റ് ലോ എക്സ്പേർട്സ് എന്ന് പറയും. നിയമജ്ഞരുമായിട്ടും ഒക്കെ റൂളേഴ്സ് എല്ലാം അവരെയൊക്കെ വർഷിപ്പ് ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു അത്. Like Hinduism, Islam was interpreted in a variety of ways by its followers. ഹിന്ദുയിസം പോലെ തന്നെ ഒരുപാട് പല രീതിയിലും ലോഡായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു ഇതിനകത്തുള്ള ഐഡിയാസ് എല്ലാം. There were Shia Muslims who believed that the Prophet Muhammad son-in-law. അപ്പോൾ ഈ മുസ്ലിംസ് തന്നെ 2 ഗ്രൂപ്പ്സ് ആയിട്ട് തിരിഞ്ഞു ഉണ്ടായിരുന്നു, ഫോം ചെയ്തത് അന്നാണ്. അതാണ് ഷിയ മുസ്ലിംസ് ആൻഡ് സുന്നി മുസ്ലിംസ്. ഷിയ സുന്നി മുസ്ലിംസ്. ഇത് ഷിയ മുസ്ലിംസ് പ്രോഫറ്റ് മുഹമ്മദിന്റെ വിശ്വാസികളും സണ്ണിലോ, പ്രോഫറ്റ് മുഹമ്മദിന്റെ സണ്ണിലോയെ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഷിയ മുസ്ലിംസ്. ദെൻ അദ്ദേഹത്തിൻ്റെ പേര് അലി, പ്രോഫറ്റ് മുഹമ്മദിന്റെ സണ്ണിലോ അലി എന്ന് പറയുന്ന ഒരു ആളെ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് ഷിയ മുസ്ലിംസ്. ആൻഡ് വാസ് എ ലെജിറ്റിമേറ്റ് ലീഡർ ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി. ഹി വാസ് എ ultimate leader of the Muslim community. And the Sunni Muslims who accepted the authority of the early leaders. സുന്നി മുസ്ലിംസ് അക്സെപ്റ്റ് ചെയ്തിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഡർ ഖലീഫയുടെ പിൻഗാമികളായിട്ടാണ് അവരറിയാൻ ആഗ്രഹിക്കപ്പെട്ടിരുന്നത്. Then there was 2 other important differences between the various schools of law. അതായത് വേരിയസ് സ്കൂൾസ് ഓഫ് മുസ്ലിം ലോ, മുസ്ലിം നിയമങ്ങൾ പഠിക്കുന്നതിനുള്ള സ്കൂൾസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഹനാഫി ആൻഡ് ഷാഫി. ഹനാഫി ആൻഡ് ഷാഫി എന്ന് പറയുന്ന എന്താണ്? 2 സ്കൂൾസ്, ലോ സ്കൂൾസ് ഓഫ് മുസ്ലിം. ഹനാഫി, ഷാഫി. ദീസ് ആർ ദ ലോ സ്കൂൾസ് ഓഫ് മുസ്ലിം. മുസ്ലിം ലോ സ്കൂൾ, മുസ്ലിം ലോ സ്കൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഇൻ ദ മിഡിൽ ഓഫ് 19th century ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഡിവൈഡ് ദിസ് ഇന്ത്യൻ ഹിസ്റ്ററി ഇൻ 3 periods: Hindu, Muslim and British. Before British came to India, Indian historians divide Indian history into 3 periods: ancient, medieval and modern. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ അത് ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്ന പേരിൽ ഒരു കൺവീനിയൻസിന് വേണ്ടി ജാതിയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്തു. പിന്നെ ഇതിൽ ഏൻഷ്യൻ പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? അതായത് ഏൻഷ്യൻ പീരീഡ് ഹിന്ദുവിൻ്റെ പീരീഡ്. അത് ഏൻഷ്യൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഹണ്ടർ ഗാദറേഴ്സ്, ഏർലി എംപയേഴ്സിൻ്റെ ഒക്കെ കാലമാണത്. പിന്നെ during these 1000 years of societies of the subcontinent were transformed often and economies in several regions reached a level of prosperity and attracted the interest of European trading company. അങ്ങനെ 1 by 1 ആയിട്ടൊരു ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ സബ് കോണ്ടിനെൻറ്റിൽ വരികയും അങ്ങനെ 19th century അവസാനത്തോടു കൂടി നമ്മൾ ഫുൾ പ്രോസ്പെരിറ്റി ഉണ്ടാവുകയും നമ്മുടെ ഇന്ത്യയിൽ യൂറോപ്യൻ ട്രേഡേഴ്സിനെയും മർച്ചൻസിനെയും അട്രാക്റ്റ് ചെയ്യുകയും നമ്മളുമായിട്ട് ഒരു എന്താണ് കച്ചവട ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം ബ്രിട്ടീഷുകാർ നമ്മളെ കൺട്രോളിലാക്കി അവരുടെ കൊളോണിയൽസ് ഒക്കെ ആക്കി നമ്മളെ ഭരിക്കുകയും ഒക്കെ ചെയ്തു. ഇത് നിങ്ങൾക്ക് അടുത്ത വർഷം പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററിൽ എലാബറേറ്റ് ആയിട്ട് പഠിക്കാം. ഇത് ഒന്നുകൂടെ നിങ്ങൾ വൺസ് മോർ ഐ വിൽ എക്സ്പ്ലെയിൻ ആൻഡ് ഗിവ് ദിസ് ഇൻ ദ മോർണിംഗ് ക്ലാസ്. എവരിബഡി ലിസൺ both classes, record class and morning session class, Google class, okay, interaction class. Then read the lesson. These pages you compulsory have to read so that you may get better understanding of the content. Then you underline major points and study. Don't waste time. Everybody study nicely. See you tomorrow. Thank you.